ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ. പഴം നിറച്ചതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. മലബാർ ഏരിയയിലൊക്കെ അധികം കണ്ടുവരുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. പഴം നിറച്ചത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 പഴം എടുത്തിട്ടുണ്ട്. അധികം പഴുക്കാത്ത പഴമാണ് നല്ലത്. അത് നമുക്ക് ആദ്യം തന്നെ ആവിയിൽ പുഴുങ്ങിയെടുക്കാം. പഴം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കണം, എന്നിട്ട് ഉപയോഗിക്കാം. ആ സമയത്ത് നമുക്ക് ഇതിനുള്ള സ്റ്റഫിംഗ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നല്ല ഫ്രഷ് തേങ്ങ എടുക്കുന്നതാണ് നല്ലത്. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. 2-3 മിനിറ്റ് തേങ്ങയുടെ കളറൊന്ന് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അവൽ ചേർത്ത് കൊടുക്കാം. അവലും അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. അവൽ ചേർക്കുന്നത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അവൽ ചേർത്തിട്ടും ഇതുപോലെ തന്നെ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഞാൻ 1 കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് പൊടിച്ചെടുത്തതാണ്. ശർക്കരയും ചേർത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ശർക്കര നന്നായിട്ട് തേങ്ങയോ അവലുമായിട്ട് പിടിക്കുന്നത് പോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ അവലൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട് പൊടിച്ചെടുത്തതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഏലക്കായ് പൊടിച്ചതാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കണം. ഇനി നമുക്ക് ഈ സ്റ്റീം ചെയ്തെടുത്ത പഴമെല്ലാം തൊലി കളയണം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എപ്പോഴും അധികം പഴുക്കാത്ത പഴം എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അധികം പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് ഇത് ഉടഞ്ഞു പോകും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറയ്ക്കാൻ പറ്റാതെ ആവും. അതുകൊണ്ട് അധികം പഴുക്കാത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ പഴമെല്ലാം ഇവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിൽ ഫില്ലിങ് നിറയ്ക്കണം. ആദ്യം ഒരു പഴം എടുത്തിട്ട് അതിന് നടുവിലായിട്ടൊരു കട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു കട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് കീറിക്കളയരുത്, കാരണം അങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ ഈ ഫില്ലിങ് ഇതിൽ നിറയ്ക്കാൻ പറ്റാതെ ആവും. അതുകൊണ്ട് മിഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഫില്ലിങ് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം. അധികം നിറയ്ക്കാനും പാടില്ല കേട്ടോ, അപ്പോൾ പഴം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അധികം കുത്തി നിറയ്ക്കാൻ പാടില്ല. കുറച്ച് നിറച്ചിട്ട് വെക്കണം. എല്ലാ പഴവും ഇതുപോലെ തന്നെ ഫില്ലിങ് നിറച്ചെടുക്കാം. എല്ലാ പഴവും ഇതുപോലെ സ്റ്റഫിംഗ് എല്ലാം നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു മുമ്പേ അതിന് ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. ഞാനിവിടെ ഒരു 1/2 കപ്പ് വീറ്റ് പൗഡറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ എടുത്താലും മതിയാവും. ഈ വീറ്റ് പൗഡറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒരു നല്ല കട്ടിയുള്ള മാവാക്കി എടുക്കാം ഇതിന്.
പഴം നിറച്ചത് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഴം ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് വേണം ഇതിടാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് വേവുമല്ലോ, പഴമായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ എല്ലാ പഴവും ഈ മാവിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും ഇതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു വറ്റാം. ഇവിടെ മലബാർ സ്പെഷ്യൽ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പിന്നെ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. വൈകുന്നേരം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. ഈ ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്